അതെ, CKC സാറിനൊന്ന് കാണണമല്ലോ. എന്താ പേര്? പവിത്ര എന്ന് പറഞ്ഞാൽ മതി, സാറിനറിയാം. ഹലോ സർ, പവിത്ര എന്നൊരാൾ കാണാൻ വന്നിരിക്കുന്നു. പവിത്രനോ? വരാൻ പറ. ഓക്കെ സർ. സർ ചെല്ലാൻ പറഞ്ഞു. മാഡം ഒരു മിനിറ്റ്. ആ വാ പവിത്ര, ഇരിക്കും. എന്താ സാർ നേരിട്ട് കാണുമെന്ന് പറഞ്ഞത്? അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടോ? വേറെന്ത് അത്യാവശ്യം? ആ പ്രണവിന്റെ കാര്യം തന്നെയാ. എന്താണെങ്കിലും സാറ് പറയും, നമുക്ക് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാന്നേ. സംഗതി അല്പം കുഴപ്പമാ പവിത്ര. ആ പ്രണവിനെ അങ്ങ് തീർത്ത് കളഞ്ഞേക്കാനാ ജ്യോതി പറയുന്നേ. ഗൗതമന്റെ പേരിൽ ഇപ്പോൾ ഉള്ളത് ഒരു കിഡ്നാപ്പിംഗ് കേസ് മാത്രം. അത് പോരാ, അവനൊരു തൂക്കുകയർ തന്നെ വാങ്ങിക്കൊടുക്കണമെന്നാ ജ്യോതിയുടെ ആഗ്രഹം. അതിനിപ്പോ മിനിമം ഒരു കൊലപാതകമെങ്കിലും അവന്റെ പേരിൽ വേണമല്ലോ. സാർ ഒരു വാക്ക് പറഞ്ഞാൽ മതി സാറേ. കൊല്ലുകയോ കുഴിച്ചു മൂടുകയോ ഒച്ചയ്ക്ക് കത്തിച്ചു കളയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. എത്രയൊക്കെ ബുദ്ധിയുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ പെൺബുദ്ധി പിൻബുദ്ധി തന്നെയാ പവിത്ര. തൽക്കാലം പ്രണവനെ കൊല്ലുന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കണ്ട. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഇനിയും അവനെ അവിടെ തന്നെ വെച്ചിരിക്കുന്നത് സേഫ് അല്ല. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്പോട്ടുകൾ മാറിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ആ നിധി മണം പിടിച്ചെത്തിയേക്കും. അക്കാര്യത്തിൽ സാറ് പേടിക്കണ്ട. ഈശ്വരന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത സ്ഥലങ്ങള് എന്റെ കസ്റ്റഡിയിൽ വേറെ ഉണ്ട് സാറേ. ഞാൻ അവനെ മാറ്റിക്കോളാം. ഗുഡ്, ഓക്കെ എന്നാ എങ്കിൽ പിന്നെ നീ വിട്ടോ. ശരി സാർ, ഞാൻ ഇറങ്ങട്ടെ. ശരി. മാഡം ഇതൊന്ന് നോക്കാമോ? ജോർജേട്ടാ, കുറച്ച് നേരത്തേക്ക് നിങ്ങൾ ഒന്ന് കണ്ടിന്യൂ ചെയ്യും. ഞാനിപ്പോ വരാം. ഓക്കെ. നേരത്തെ പറഞ്ഞിരുന്നില്ലേ? ഇത് കുഴപ്പമില്ല. ഈ പവിത്രൻ ആരാണെന്ന് കണ്ടുപിടിക്കണമല്ലോ. അതിനെന്താ ഒരു വഴി? എന്താ നിധി? ആന്റി ഇപ്പൊ എവിടെയുണ്ട്? CKCയുടെ ഓഫീസിലാണോ? ഞാനിപ്പോ പാല് വാങ്ങാനായി പുറത്തേക്ക് ഇറങ്ങി. ആന്റി ഇപ്പൊ ഓഫീസിന് പുറത്തുണ്ടോ? ഉണ്ട് മോളെ, നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ആന്റി, നമ്മുടെ പ്രണവിനെ തട്ടിക്കൊണ്ടുപോയവൻ ഇപ്പൊ CKCയെ കാണാനായി അവിടെ വന്നിട്ടുണ്ട്. CKCയുടെ ക്യാബിനിൽ നിന്ന് അവൻ ഇപ്പൊ ഇറങ്ങി കാണത്തേ ഉള്ളൂ. അവനാ ആന്റി പ്രണവിനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ആന്റി, അവൻ ഇപ്പൊ താഴെ എത്തും. ആന്റിക്ക് അവന്റെ ഒരു ഫോട്ടോ എടുത്ത് അയക്കാൻ പറ്റുമോ? ഇപ്പൊ ഒരുത്തന്റെ ഇറങ്ങി വരുന്നുണ്ട്. അവനല്ലേ? മോള് ഫോൺ വെച്ചോ, ഞാൻ ഇപ്പൊ തന്നെ ഫോട്ടോ എടുത്ത് അയക്കാം. ഇവൻ തന്നെ പവിത്രനെന്ന് തോന്നുന്നു. ഇവന്റെ പുറകെ പോയാ പ്രണവിനെ കണ്ടുപിടിക്കാൻ പറ്റും. മീരെ, ആ ഓട്ടോ വിടല്ലേ. ഞാനേ ഒരു പാല് വാങ്ങിച്ചിട്ട് വരാം. ശരി ചേച്ചി. അനിയ, ആ ബൈക്കിന് പുറകെ വിട്ടു. ശരി ചേച്ചി. ആ ബൈക്കിന് പുറകെ തന്നെ പോയിക്കോ. അവൻ എങ്ങോട്ടാ പോകുന്നതെന്ന് കണ്ടുപിടിക്കണം. ശരി ചേച്ചി. നിധിമോക്ക് അവന്റെ ഫോട്ടോ അയച്ചു കൊടുത്തേക്കാം. എന്താ?
ഫോട്ടോ അയച്ചു തോന്നുന്നു. അപ്പോ ഇവനാണോ പവിത്രൻ? ഇവനാ, ഇവൻ തന്നെയാ ആള്.